ഞാനും ദിശയും വടകര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാവിലെ പുലർച്ചെ ചെന്നൈ മംഗളൂരു സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിൽ കാസർഗോഡേക്ക് പുറപ്പെട്ടു. സത്യത്തിൽ ട്രെയിനിൽ കയറിയപ്പോൾ എനിക്ക് പേടിയായി. കാരണം ട്രെയിനിൽ ആരും ഉണ്ടായിരുന്നില്ല. ദിശ കൂർക്കം വരച്ചുറങ്ങി. എനിക്ക് തീരെ ഉറക്കു വന്നില്ല. കാരണം ഞാൻ ട്രെയിനിൽ കയറി അന്നേരം മുതൽ തൊട്ടു താഴെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ പേടിച്ചരണ്ട് ഡോറിനടുത്തേക്ക് ഓടി. കുറെ നേരം കണ്ണാടിയിലും പ്രകൃതിയിൽ നോക്കി കാറ്റ് കൊണ്ട് നിന്നു. പുലർച്ചെയായതിനാൽ നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. ഞാൻ അതും കൊണ്ട് അവിടെ വാതിൽക്ക് തന്നെ നിന്നു. പക്ഷെ രാവിലെ തന്നെ അവിടെ നിന്നും കണ്ട കാഴ്ച ഒരു ഒന്നൊന്നരയായിരുന്നു. നല്ല ഫാസ്റ്റായിട്ട് പോകുന്നതിനാൽ പെട്ടെന്ന് തന്നെ കാഞ്ഞങ്ങാടെത്തി. ഞാൻ ഓടിപ്പോയി കൂർക്കം വലിച്ചുറങ്ങുന്ന ദിശയെ പിടിച്ചു കുലുക്കി വിളിച്ചു. അടുത്ത സ്റ്റോപ്പ് കാസർഗോഡാണ്, നമുക്ക് രണ്ടുപേർക്കും ഇറങ്ങണ്ടേ എന്ന് പറഞ്ഞു. ഷൂ ഒക്കെ ഇട്ട് ഞങ്ങൾ രണ്ടുപേരും കഥകളൊക്കെ പറഞ്ഞ് നേരെ ഞങ്ങൾ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഞങ്ങൾ വാതിൽക്കടുത്തേക്ക് പോയേ. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഞങ്ങൾ നടന്നു തുടങ്ങി. ദിശ അവളുടെ സ്വന്തം നാട്ടിലെത്തിയപ്പോൾ എന്നെയൊക്കെ മറന്ന് അവൾ ഓടിക്കയറി പോകുന്നത് കണ്ട് പാലം കടക്കുമ്പോഴും നാരായണ, പാലം കടന്നപ്പോൾ കൂരായണ എന്ന പഴഞ്ചൊല്ലാണ് എനിക്ക് ഓർമ്മ വന്നത്. വന്ന വഴി മറക്കാത്ത ആളായത് കൊണ്ട് തന്നെ ഞാൻ വന്ന ട്രെയിന് യാത്രയാക്കിയിട്ട് മാത്രമേ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. പുറത്ത് ദിശ എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഭാഗ്യം. ഇതാണ് മക്കളെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ. എന്നാ ഭംഗിയാ കാണാൻ അല്ലേ. അവിടെ നിന്നും ഓട്ടോറിക്ഷയിൽ പുതിയ സ്റ്റാൻഡിലേക്ക് പോകാമെന്ന് പറഞ്ഞ ദിശ അവിടെ എത്തിയപ്പോൾ കാല് മാറി. നമ്മൾ ദിവസവും പുലർച്ചെ നടക്കാൻ ഇറങ്ങുന്നതല്ലേ, ഇന്ന് നടക്കാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് പുതിയ സ്റ്റാൻഡിലേക്ക് നടന്നു പോയാലോ എന്ന്. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, കുത്തനെ നടന്നു. പോകുന്ന വഴിയിലാണ് ദിശയുടെ സുഹൃത്ത് ഡോക്ടർ രഹനയുടെ വീട് കണ്ടത്. രാവിലെ തന്നെ കയറി ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കയറി ഞങ്ങൾ വീണ്ടും നടന്നകന്നു.